ഹലോ എരിവൺ. ന്യൂ ജനറേഷനോ മാസോ ഒന്നും അല്ലാത്ത സാധാരണ ഒരു സിനിമ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തവണ EVM തിയേറ്ററിലേക്ക് എത്തിയത്. നമ്മൾ കുറേ നാളായി കാണണമെന്ന് വിചാരിച്ചൊരു മൂവി തന്നെയാണ് ലിറ്റിൽ ഹാർട്സ്. ഒരു കാരണം അതിൻ്റെ പേര് തന്നെ. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ വളരെയധികം കഴിക്കുന്നൊരു ബിസ്ക്കറ്റിൻ്റെ പേരാണിത്. അപ്പോൾ ഈ പറയുന്ന ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും ആ സിനിമയ്ക്കകത്ത് പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ കയ്യിലെ ബിസ്ക്കറ്റ്, ബാബുരാജിൻ്റെ കയ്യിൽ ആ സെയിം ബിസ്ക്കറ്റ് നമ്മൾ കാണുന്നുമുണ്ട്. സോ ലാസ്റ്റ് 2 സിനിമകളിലെ പോലെ തന്നെ ഇപ്പോൾ RDX എടുത്താലും വേല എടുത്താലും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഇവിടെയും ഷെയ്ൻ നിഗം ചെയ്യുന്നത്. ഇവിടെ ആ സെറ്റിങ് മാറുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈൽ റൂറലാവുന്നു. അതുകൊണ്ട് കുറേ കൂടെ സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലിനകത്ത് തന്നെയാണ് ഈ ക്യാരക്ടർ വരുന്നത്. ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരിക്കാം, പക്ഷേ ഷെയ്ൻ നിഗം വരുമ്പോൾ അതിന് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് തോന്നും. പക്ഷേ അത് വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് സ്ക്രീനിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ RDXന് ശേഷം മഹിമ നമ്പ്യാരും ഷെയ്ൻ നിഗവും ഒരുമിക്കുന്ന സിനിമ തന്നെയാണിത്. പക്ഷേ ആ പറയുന്ന ലവ് സ്റ്റോറി എലമെൻറ്റ്സ് അത്ര മുമ്പോട്ട് പോകുന്നില്ല. ഫോക്കസ് അവിടെ നിന്ന് മാറുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഫോക്കസ് എപ്പോഴും ഈ പറഞ്ഞ ബാബുരാജ് ഷെയ്ൻ നിഗം കോമ്പിനേഷനിലാണ്. ഫാദർ സൺ ഡുവോയിലാണ് കുറച്ചുകൂടെ കോമ്പിനേഷൻ വരുന്നത്. അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ഫാദർ സൺ ഡ്യുവോയുടെ അവരുടെ കോമ്പിനേഷൻ സീൻസ്. അതാണ് ശരിക്കും കുറെ കൂടെ നമുക്ക് ഈ റൊമാൻറ്റിക് മോഡിനേക്കാൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. അവിടെ കുറെ കൂടെ ഹ്യൂമറുണ്ട്. ആ ഹ്യൂമറാണെങ്കിൽ പലപ്പോഴും സിമ്പിളാണെങ്കിൽ പോലെ തന്നെ നമുക്ക് വളരെയധികം എൻജോയബിൾ ആണ്. സോ ബാബുരാജ് വളരെ എഫക്റ്റീവായിട്ട് ഹ്യൂമർ അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹ്യൂമറസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് ഇപ്പോൾ ബാബുരാജ് സ്ക്രീനിലുള്ളപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ജാഫർ ഇടുക്കിയുണ്ട്, രഞ്ജി പണിക്കറുണ്ട്, പിന്നെ നമുക്ക് ഷമി തിലകനും ഇടയ്ക്ക് വരുന്നുണ്ട്. ഇവരെല്ലാവരും ആവശ്യത്തിന് ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പൊതുവെ ഒരു ഫീൽ ഗുഡ് മൂവിയുടെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു. പിന്നെയുള്ള ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ഷൈൻ ടോം ചാക്കോയാണ്. ഇത്തവണ ഷൈൻ ടോം ചാക്കോ കുറേ കൂടെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അതുപോലെ ലൈക്കബിൾ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന പോർട്രയൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എൻഡ് വരെ ഷൈൻ ടോം ചാക്കോ അവിടെ ഉണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ പ്രസൻസ് ആണ് ഈ മൂവിയിൽ ഇടയ്ക്ക് വെച്ചൊരു ചേഞ്ച് വരുത്തുന്നത്. ആ മൂവിയുടെ പ്രൊസീജിങ്സിലൊരു ട്വിസ്റ്റ് പോലെ വരുന്നത് ഷൈൻ ടോം ചാക്കോയുടെ പ്രസൻസും ഈ പറയുന്ന ക്യാരക്ടർ കൊണ്ടുവരുന്ന ചേഞ്ചസും ആണ്. സോ ബേസിക്കലി ഈ ഫീൽ ഗുഡ് സ്റ്റോറിയിൽ നമുക്ക് 3 ലവ് സ്റ്റോറീസാണ് ഉള്ളത്. ഒന്ന് ഷെയ്ൻ നിഗമിൻ്റെ, ഒന്ന് ഷെയ്ൻ നിഗമിൻ്റെ ഫാദറിനെ പ്ലേ ചെയ്യുന്ന ബാബുരാജിൻ്റെ, പിന്നെ മഹിമ നമ്പ്യാരുടെ ബ്രദറിനെ പ്ലേ ചെയ്യുന്ന ഷൈൻ ടോം ചാക്കോയുടെ. ഈ 3 ലവ് സ്റ്റോറീസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് 3ഉം ബേസിക്കലി സൊസൈറ്റിയിൽ അത്ര ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ലവ് സ്റ്റോറീസ് അല്ല. പ്രത്യേകിച്ച് ഇവരുടെ ഫാമിലീസിന് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് സ്റ്റോറീസ് അല്ല. സോ ഇത് 3ഉം എങ്ങനെ മൂവ് ചെയ്യും മുമ്പോട്ട് എന്നുള്ളതാണ് നമ്മൾ ഈ മൂവിയിൽ കാണുന്നത്. എങ്ങനെ ലാസ്റ്റ് ഈ 3 എണ്ണവും സോൾവ് ചെയ്ത് ആ ഫീൽ ഗുഡ് ഫാക്ടറിലേക്ക് നമ്മൾ ഓഡിയൻസിനെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മൂവിയുടെ പ്രധാന ദൗത്യം എന്ന് തോന്നുന്നു. ഒരു ഫീൽ ഗുഡ് ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈ മൂവി ബേസിക്കലി ഒരിക്കലും അത്രയ്ക്ക് അങ്ങ് സീരിയസ് ആവുന്നില്ല. അത്രയ്ക്ക് അങ്ങ് ഭീകരമായ സിറ്റുവേഷനോ ഒന്നും ഈ മൂവി വരുന്നില്ല. ഇത് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ എൻഡിങ് നമുക്കങ്ങനെ തോന്നുമെങ്കിൽ പോലും ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ജസ്റ്റ് റഷിങ് ടുവാർഡ്സ് ഹാപ്പി എൻഡിങ്ങിലേക്ക് പോകാനുള്ള വഴികൾ തന്നെയാണ് ഈ മൂവി കാണുന്ന ഓൾമോസ്റ്റ് എല്ലാം. അങ്ങനെ അവസാനം എല്ലാവരും ഒന്നിപ്പിക്കുക, ആർക്കും ഒരു വിഷമമില്ലാതെ ഈ മൂവി എൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ദൗത്യം എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഈ മൂവിയുടെ റൂറൽ സെറ്റിങ്ങിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ആക്ടേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വിഷ്വൽസൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മുകളിൽ നിന്നുള്ള വിഷ്വൽസ്, ആ ഗ്രീനറിയുടെയും എല്ലാം. അതുപോലെ അത് സോങ്സ് ആണെങ്കിലും 2-3 നല്ല സോങ്സ് ഉണ്ട്. ഈ സോങ്സ് എല്ലാം നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു റൂറൽ വേൾഡിൽ തന്നെയാണ് ത്രൂ ഔട്ട് ദിസ് മൂവി. അവിടെ നിന്നൊരിക്കലും ഈ മൂവി മാറി പോകുന്നില്ല. ഇപ്പോൾ
ഹിൽസിലെ മൗണ്ടൻസിലെ കുറച്ച് ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഈ മൂവി മാറി പോകുന്നില്ല. ആ സെറ്റിങ്ങിൽ നിന്ന് ഇത് പോകുന്നില്ല. ജസ്റ്റ് ഇടയ്ക്ക് എയർപോർട്ട് കാണിക്കുകയും പുറത്തുനിന്നുള്ള ആൾക്കാരെ ജസ്റ്റ് കാണിക്കുകയും ചെയ്യുന്നതല്ലാതെ ത്രൂ ഔട്ട് ദ മൂവി വി സീ ദ സെയിം പ്ലേസ്. അതുപോലെ തന്നെ ചായ അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു എലമെൻ്റാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ പ്ലേഡ് ബൈ ഷെയ്ൻ നിഗം ആണെങ്കിലും നന്നായിട്ട് ചായ ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം അവർ പലതവണ ചായ കുടിക്കുന്ന സീൻസ് ഉണ്ട്. ഇപ്പോൾ മഴയത്താണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ബാബുരാജ് ചായ കുടിക്കുന്ന സീനുണ്ട്. സോ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റെഫറൻസ് പറയുന്നുണ്ട് ഷെയ്ൻ നിഗത്തിൻ്റെ ചായയെക്കുറിച്ച്. സോ ചായ ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് പോലെ തന്നെ വീണ്ടും വീണ്ടും വരുന്ന ഒരു എലമെൻ്റാണ്. നമ്മൾ ബാബുരാജിൻ്റെ മെയിൻ കോമഡി ക്യാരക്ടർ സോൾട്ട് ആൻഡ് പെപ്പറിൽ നോക്കുവാണെങ്കിൽ അതിനകത്തും ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ബിസ്ക്കറ്റും ഈ ചായയൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട്. അങ്ങനെ വലിയ വെറൈറ്റി ഒന്നും ഇപ്പോൾ അവകാശപ്പെടാനില്ലെങ്കിൽ തന്നെ ഈ മൂവി ത്രൂ ഔട്ട് എൻജോയബിൾ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. നമുക്കകത്ത് ഹ്യൂമറുണ്ട്, കുറച്ച് റൊമാൻസും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ടും കൂടെ ആവശ്യത്തിന് ബ്ലെൻഡ് ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഡൾ മൂവ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. ആ രീതിയിൽ ബേസിക്കലി ത്രൂ ഔട്ട് സെയിം ലെവലിൽ എൻ്റർടൈനിങ് ആയിട്ടാണ് ഈ മൂവി എടുത്തിട്ടുള്ളത്. ആ സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരുന്ന് പോകാവുന്ന ടൈപ്പ് ഓഫ് മൂവി തന്നെയാണിത്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്നൊരു സാധാരണ സിനിമ അത് തന്നെയാണ് ലിറ്റിൽ ഹാർട്സും.